കുറേ നാളുകൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഡേയ്സ് ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഒരു അമ്പലം വിസിറ്റാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരുപാട് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് നമുക്ക് ഉച്ചക്കാണ് നമുക്ക് അവിടെ ആ സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഒരു 2-3 ദിവസത്തെ വ്ളോഗ് ഒരുമിച്ചിടുന്ന കേട്ടോ. അപ്പോൾ നമ്മളിതേ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനിയും നമുക്ക് ബസ് പിടിച്ച് പോകണം. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള നൈനീൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ച അമ്പലത്തിലൊന്നുമല്ല പിന്നീട് പോയത്. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച അമ്പലം പെരളശ്ശേരിയാണ്. പക്ഷേ നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുന്ന അമ്പലം എന്ന് പറയുന്നത് അണ്ടലൂർ കാവാണ്. അപ്പം കാവുന്നിപ്പം ഓപ്പണൊന്നും ആയിരിക്കില്ല, അതറിയാം. പക്ഷേ നമുക്കെന്തായാലും ഇന്ന് മാത്രമേ എനിക്കും അവൾക്കൊരു മര്യാദക്ക് സമാധാനത്തോടുള്ള സമയമുള്ളൂ. പക്ഷേ നമുക്ക് രണ്ടാൾക്കും രാവിലെ ഇറങ്ങാൻ പറ്റാത്ത ഇഷ്യൂ എനിക്കല്ല, അവൾക്കായിരുന്നു മെയിനായിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ്, ഞാൻ ഈ ബസ്സിൽ കയറും, നീ ആ ബസ്സിൽ തന്നെ കയറണം എന്നൊക്കെ നമ്മളിങ്ങനെ വിളിച്ചിങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ബസ്സിൽ പോകാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇത് മമ്പറം പുഴയാണ്. നമ്മളിങ്ങോട്ട് കണ്ണൂർ ഭാഗം മമ്പറം ആ ഒരു സൈഡിലോട്ട് ഒഴുകുന്ന പുഴ. അത് അഞ്ചരക്കണ്ടി ഭാഗത്തും അഞ്ചരക്കണ്ടി പുഴയെ മാറുന്നതാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, അങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ സ്ഥലത്തെത്തി. അങ്ങനെ അവളെ കണ്ടു. നമ്മൾ പിന്നെ ഓട്ടോയിൽ അവൾ കാണിക്കരുതെന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് കാണിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ മറ്റേ കൊഞ്ചൻ കൃഷി അങ്ങനത്തെ അല്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. സോ നമ്മൾ കാവിലെത്തിയിട്ടുണ്ട്. ഇതാണ് അണ്ടലൂർ കാവ്. അണ്ടലൂർ കാവ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു നമ്മൾ മലബാർ റീജിയനിലൊരു കാവാണ്. ഇവിടെ ശ്രീരാമൻ, ഹനുമാൻ, സീത, അങ്ങനത്തെ കുറേയല്ല ഇങ്ങനത്തെ ദൈവങ്ങൾ, അതായത് നമ്മളെ മഹാഭാരതമല്ല രാമായണമായി ബന്ധപ്പെട്ട ഒരു മഹോത്സവം അല്ലെങ്കിൽ തെയ്യം രൂപങ്ങളാണ് ഇവിടെ കെട്ടിയാടുന്നത്. പിന്നെ അത് വളരെയധികം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സംഭവം കേട്ടോ. മെയ്യാല കൂടുക, ഈ കുറേ ദേശത്തെ ആൾക്കാർ കൂടി വന്നിട്ട് അങ്ങനെ കുറേ അധികം പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് തരികയാണ്, ഇതാണ്. ഞാനിവിടെ വരാറുണ്ടെങ്കിലും ഇതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം ഇതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. ഇവിടെ 2 എന്താ പറയുക കോവിൽ പോലത്തെ സംഭവമുണ്ട്. ഇപ്പുറത്ത് ഇത് അയ്യപ്പൻ്റെ അമ്പലം അല്ലെങ്കിൽ അത് സംഭവമാണ്. ഇനി ഇതാണ് നമ്മുടെ 2 അത് ഒന്ന് ശ്രീരാമനെ ഫേസ് ചെയ്തുകൊണ്ട് മുന്നിൽ തന്നെ നമ്മളെ ഹനുമാനും കൂടിയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഇവരുടെ ഈ 7 ദിവസമാണ് ഉത്സവം ഉണ്ടാവാറുള്ളത്. അപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മേ ബി സാധിക്കുമായിരിക്കും. അത് ഞാൻ നോക്കാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വരച്ചിട്ടുള്ള പെയിൻറ്റിങ്സ് ആയിരുന്നു. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ അങ്ങനത്തെ പെയിൻറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടുത്തെ ഉത്സവത്തിൽ ഓരോ ദിവസം ഓരോ കഥയാണ് പറയുന്നത്. സീത, മക്കൾ, പിന്നെ ജഡായു, അങ്ങനെ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഒരു സ്പെഷ്യലായിട്ടുള്ള കിണറാണ്. ഈ ഒരു കിണറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കിണറിലൂടെ കുറച്ച് ആൾക്കാരിങ്ങനെ കൂടി നിൽക്കും. അപ്പോൾ ബാക്കിൽ വന്നിട്ട് ദൈവം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ കിരീടം ആ ഒരു വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്ന സമയത്ത് ഭയങ്കര ആരവായിരിക്കും. അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ കിണറിൽ നിന്ന് ഇങ്ങനെ സ്വർണം മേലോട്ട് വരുന്ന ഒരു ഐതിഹ്യം പോലെ അങ്ങനെ സംഭവമാണ്. കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ അവൾ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തന്നാ കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നമ്മൾ പിന്നെ വേറെ സ്ഥലത്ത് പോയി. അതൊന്നും ഞാൻ വ്ളോഗ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ആ ഒരു ഡേ അവിടെ എൻഡ് ചെയ്തു. ഇത് പിറ്റേ ദിവസമാണ്. ഈ ഡേ എന്ന് പറയുന്നത് എനിക്ക്, അതായത് നാളെ, അത് കഴിഞ്ഞിട്ട് തേഴ്സ്ഡേ, ഇതിപ്പോൾ വെനസ്ഡേ ആണെങ്കിൽ തേഴ്സ്ഡേ എനിക്ക് എന്തുണ്ടായിരുന്നു, ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടിയിട്ട്, അവളും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവളും കൂടിയിട്ട് രഞ്ജന, എൻ്റെ രഞ്ജു എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ടാണ് ഇവിടെ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീടിനടുത്ത് തന്നെയുള്ളൊരു കടയായിരുന്നു അവളുടെയും എൻ്റെയും. അപ്പോൾ ഞാൻ അവളെയും കൂട്ടിയിട്ടാണ് പോയത്. പിന്നെ കൂട്ടത്തിൽ കുറച്ച് കലാപരമായിട്ടുള്ള കഴിവുള്ള കുട്ടിയായതുകൊണ്ട് അവൾക്ക് അറിയാമെന്ന് വെച്ചിട്ട് കൂട്ടി പോയതാണ്. എന്തായാലും സംഭവം സെറ്റാക്കി നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നാസ് കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കിണവകലാണ്. ഈ ഒരു ഭാഗത്ത് അരങ്ങുണ്ടെങ്കിൽ അവിടെ എന്തായാലും കണ്ടിട്ടൊക്കെ ഉണ്ടാറിയായിരിക്കും.
നല്ല ആൾക്കാരാണ്. കാരണം എനിക്ക് ഇവർ 2 എണ്ണം തരും. അത് എപ്പോഴും മോള് ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് 2 എണ്ണമൊക്കെ തരും, സെയിം റേറ്റിൽ തന്നെ. അതിനുശേഷം അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു കഫേ ബേക്കറി കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു കട്ട്ലറ്റ് ഓർഡർ ചെയ്തു. അവിടുത്തെ കട്ട്ലറ്റ് കുറച്ച് ടെംപ്റ്റിംഗ് ആയിട്ട് നമുക്ക് രണ്ടാക്കും തോന്നി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ഒക്കെ അതിന് ഓർഡർ ചെയ്തിട്ട് പിന്നെ ആസ് യൂഷ്വൽ മെനു കാർഡ് വെച്ച് കുറച്ച് നോക്കി അവൾ അവസാനം മാംഗോ ഷേക്ക് ഓർഡർ ചെയ്തു. മാംഗോ ഷേക്ക് കൊള്ളില്ലായിരുന്നു ആക്ച്വലി. പിന്നെ ഞാൻ അവിടുത്തെ ഒരു മിനി ഫലൂദ ടൈപ്പ് ഒരു ഫലൂദ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു, അവളുടെ വീട്ടിൽ പോയി. ഇത് പിന്നത്തെ അടുത്ത തേഴ്സ്ഡേ ആണ്. ഇത് എൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം ഈവനിങ് ആയിട്ട് വന്നിട്ടെടുത്ത വീഡിയോ ആണ്. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞു എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മമ്മയും മാത്രമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ തിരിച്ച് വന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ ആലോചിച്ചത് വീഡിയോ എടുക്കാം, ഞാൻ എന്തായാലും ഇന്നലെ ഷൂട്ട് ചെയ്തല്ലേ ബാക്കി വീഡിയോ എടുക്കാമെന്നൊക്കെ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കോഡ് നമ്പറൊക്കെ കേട്ടോ. സോ ഞാനും അമ്മമ്മ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡ്രസ്സ് അത്യാവശ്യം കൊള്ളായിരുന്നു, ചെറിയ റേറ്റേ ഉള്ളൂ, അതുകൊണ്ട് വലിയ മോശമൊന്നുമില്ല ഡ്രസ്സ്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നവരെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങി. ഇപ്പം ഇന്ന് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഡോറിൻ്റെ ബാക്കിൽ ഞാൻ ഇട്ട ഡ്രസ്സൊക്കെ ഒന്ന് ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വേർപ്പൊക്കെ ആയതല്ല, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റാണ്. ഇനിയിപ്പോൾ ഡ്രസ്സ് മടക്കിയിട്ടൊക്കെ വെക്കണം. അതിന് ശേഷം നമുക്ക് അമ്മയുടെ വീട്ടിൽ നിന്ന് പോകണം. ഞാനും അമ്മമ്മയും കൂടിയിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം അവിടെ ഒരു നമുക്ക് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ലാസ്റ്റത്തെ ഒരു തിരയുണ്ട്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനുള്ള പാക്ക് ചെയ്യണം, അവിടേക്ക് പോകണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഡ്രസ്സൊക്കെ ഫസ്റ്റ് തന്നെ എടുത്ത് വെക്കാം കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ വാതിലിൻ്റെ മേലെ ഒന്ന് വിരപ്പൊക്കെ ഒന്ന് ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഫുള്ള്. ഫാനിട്ടാൽ കുറച്ചൊന്ന് ആറുമല്ലോ. ഇത് നമുക്ക് കഴുകി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സംഭവങ്ങളല്ലോ, അതൊക്കെ അവർ സേഫായിട്ട് കഴുകി എടുത്ത് വെക്കുന്ന സംഭവം. അതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യാൻ പറ്റുന്നതായെന്ന് വെച്ചാൽ നല്ലോണം വിരപ്പൊക്കെ ആറിയിട്ടങ്ങ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പറ്റുമെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുന്ന സമയത്ത് അവരോട് ചോദിച്ചിട്ട് ഞാൻ ബ്ലൗസൊക്കെ ഒന്ന് അലക്കിയിട്ട് ഉപയോഗിക്കാറുണ്ട്, അലക്കി കഴുകിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അവിടത്തേക്കൊന്ന് പാക്കിങ് ചെയ്യണം. പിന്നെ ഒരു ഫേസ് മാസ്കും കൂടി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇന്നലത്തെ മേക്കപ്പോടെ എൻ്റെ സ്കിന്ന് കുറച്ചധികം മോശമായിട്ടുണ്ട്. അടുപ്പിച്ച് മേക്കപ്പ് ഇട്ടു. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഡോക്ടർ റഷേൽ സൺസ്ക്രീൻ എന്നാണ് അതിൻ്റെ പേര്. അത് എല്ലാ സ്കിന്നിനും പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ എൻ്റെ ഒരു നോർമൽ ഡ്രൈ സ്കിന്നാണ് എൻ്റേത്. എനിക്ക് പോലും അതത്ര ഒരു ഓയിലി ആയിട്ട് മാറ്റുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രേഗ്രൻസ് എന്ന് പറയുന്നത് എനിക്കത് ഒട്ടും പറ്റിയില്ല. ബാക്കിയൊന്നും പ്രൊഡക്ട്സ് ഞാൻ അവരുടെ യൂസ് ചെയ്യില്ല. പക്ഷേ എനിക്കിത് പെട്ടെന്ന് എൻ്റെ കയ്യിലുള്ള സൺസ്ക്രീൻ തീർന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അടുത്തുള്ള സ്റ്റോറിൽ നിന്ന് പോയി വാങ്ങിച്ചതാണ്. അപ്പോൾ അത് യൂസ് ചെയ്തതിന് ശേഷം എനിക്കൊരു 3 കുരു ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ബാക്കി അപ്പോൾ 2-3 ദിവസം പുറത്ത് തന്നെയായിരുന്നു. മഴയുണ്ടെങ്കിലും വെയിലത്ത് തന്നെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ടാന് പോക്കാൻ വേണ്ടി ഒരു മാസ്ക് ഇടാമെന്ന്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാമായിരുന്നു. മോർണിംഗ് ആണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ മഴക്കാറുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ രക്ഷപ്പെട്ടത്. പിന്നെ ഞാൻ കാണിക്കുന്നത് ഞാനിത് ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ജസ്റ്റ് അയണൊന്നും ചെയ്യുന്നില്ല, അയൺ ചെയ്യേണ്ട ആവശ്യമില്ല ഡ്രസ്സ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാണ്. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞാനും അമ്മമ്മയും മാത്രമേ പോകുന്നുള്ളൂ. അമ്മയും അച്ഛനും ജോലിയുള്ളത് കാരണം വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ചധികം ദിവസത്തെ വ്ളോഗ്, ഒരു 3 ദിവസത്തെ വ്ളോഗ് ഉണ്ടെന്ന് തോന്നുന്നു. 3 ദിവസത്തെ വ്ളോഗ് ഒരുമിച്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.